ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു സൈലം ഗുരു. നമ്മൾ ടാർഗറ്റ് 30-ലെ അടുത്ത ക്ലാസ്സാണ് കാണാൻ പോകുന്നത്. അപ്പം നന്നായി പഠിച്ചു പോകുക, നോട്ട് ബുക്കിൽ കുറിച്ച് വെച്ച് പഠിച്ചു പോകുക. ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളതാണെന്ന് തന്നെ വിചാരിച്ചുകൊണ്ട് നോട്ട് ബുക്കിൽ കുറിച്ച് വയ്ക്കാനും അതനുസരിച്ച് പഠിക്കാനും പഠിച്ച കാര്യങ്ങളെ ചൊല്ലി പഠിക്കാനൊക്കെ ആയിട്ട് ശ്രമിക്കുക. അപ്പോൾ നമുക്ക് ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ഡാൾട്ടൻ രീതി ആവിഷ്കരിച്ചത് ആരാണ്? ഡാൾട്ടൻ രീതി. ഈ ഡാൾട്ടൻ രീതി എന്ന് പറയുന്നത് ഒരു ബോധന രീതിയാണ്. എന്താണ്? ഒരു ബോധന രീതി, ടീച്ചിങ് മെത്തേഡാണ്. അമേരിക്കയിലെ ഡാൾട്ടൻ ഹൈസ്കൂളിൽ രൂപം കൊണ്ട ഈ രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് മിസ് ഹെലൻ പാർക്ക് ഹൾസെറ്റ് ആണ്. ആരാണ്? മിസ് ഹെലൻ പാർക്ക് ഹൾസെറ്റ്. മിസ് ഹെലൻ പാർക്ക് ഹൾസെറ്റ് ആണ് ഈ രീതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത്. ഡാൾട്ടൻ പദ്ധതി, ലബോറട്ടറി പദ്ധതി എന്നും അറിയപ്പെടുന്നു. ലബോറട്ടറി പദ്ധതി എന്നും ഡാൾട്ടൻ പദ്ധതി അറിയപ്പെടുന്നു. വ്യക്തിത്വ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണ്? വ്യക്തിത്വ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തി എന്ന് പറയുന്നത് വില്യം സ്റ്റേൺ ആണ്. വില്യം സ്റ്റേൺ ആണ്. വ്യക്തിത്വ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തി ആരാണെന്ന് ചോദിച്ചാൽ വില്യം സ്റ്റേൺ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം ആവിഷ്കരിച്ചത്. സാമൂഹ്യ സാംസ്കാരിക സിദ്ധാന്തം ആരുടെയാണെന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയുടെയാണ് എന്ന് പറയാം. അതായത് സാമൂഹിക സാംസ്കാരിക ഘടകങ്ങളാണ് പഠനത്തിന് ആധാരം. സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് വൈഗോട്സ്കിയാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഗ്രന്ഥം ആരുടേതാണെന്ന് ചോദിച്ചാൽ വൈഗോട്സ്കിയുടേതാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഗ്രന്ഥം വൈഗോട്സ്കി. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഗ്രന്ഥം വൈഗോട്സ്കിയുടേതാണ്. ഈ ഒരു ഗ്രന്ഥത്തിലാണ് അദ്ദേഹം തന്റെ ഭാഷാപരമായ സങ്കല്പങ്ങളെ കുറിച്ച് പ്രതിപാദിച്ചിരിക്കുന്നത്. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഗ്രന്ഥത്തിലാണ്. സഹകരണാത്മക പഠനം എന്ന ആശയം, അതായത് ഈ വൈഗോട്സ്കി മുന്നോട്ട് കൊണ്ടുവന്ന ഒരു സിദ്ധാന്തമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്നത്. അതായത് ജ്ഞാനനിർമ്മിതി എന്ന് വച്ചാൽ അറിവ് നിർമ്മിക്കുന്ന പ്രക്രിയയാണ്. ജ്ഞാനനിർമ്മിതി അഥവാ കൺസ്ട്രക്റ്റിവിസം എന്ന് വെച്ചാൽ ദ ചൈൽഡ് ഹൂ ഷുഡ് കൺസ്ട്രക്ട് ദെയർ ഓൺ നോളജ് എന്നാണ് പറയുന്നത്. ആ ഒരു പഠിതാവ് അവൻ്റെതായ അറിവ് സ്വീകരിച്ചിരിക്കണം, അതിനെയാണ് ജ്ഞാനനിർമ്മിതി, ഉണ്ടാക്കിയിരിക്കണം, അതിനെയാണ് ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്നത്. ഈ ജ്ഞാനനിർമ്മിതിയുടെ വക്താക്കളാണ് പിയാഷെയും ബ്രൂണറും. ജ്ഞാനനിർമ്മിതിയുടെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി എന്ന് പറയുന്നത്. ജ്ഞാനനിർമ്മിതിയുടെ നൂതന വിഭാഗമാണ് സാമൂഹ്യ ജ്ഞാനനിർമ്മിതി, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസം. ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയാണ്. ഓക്കെ, സാമൂഹ്യ ജ്ഞാനനിർമ്മിതിയുടെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് വൈഗോട്സ്കിയാണ്. അദ്ദേഹം പറയുന്നത് സമൂഹവുമായുള്ള ഇടപഴകലിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നാണ്. എന്താണ്? സമൂഹവുമായുള്ള ഇടപഴകലിലൂടെയാണ് പഠനം നടക്കുന്നത് എന്നാണ് വൈഗോട്സ്കി അഭിപ്രായപ്പെടുന്നത്. ഇങ്ങനെ സമൂഹവുമായുള്ള ഇടപഴകലിനെ കാണിക്കാൻ അദ്ദേഹം സംഭാവന നൽകിയതാണ് സംഘപഠനം. ഒന്നാമത്തേതാണ് സംഘപഠനം, രണ്ടാമത്തേതാണ് സഹകരണ പഠനം, മൂന്നാമത്തേതാണ് സഹവർത്തിത പഠനം, നാലാമത്തേതാണ് സംവാദാത്മക പഠനം, അഞ്ചാമത്തേതാണ് പ്രതിക്രിയാധ്യാപനം. ഓക്കെ, 5 പഠന രീതികൾ സംഭാവന ചെയ്തു. അതിൽ വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന വൈഗോട്സ്കിയൻ പഠന രീതിയാണ് ഡാഷ്. ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പറുകളെ കണ്ടിട്ടുള്ളതാണ്. വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന വൈഗോട്സ്കിയൻ പഠന രീതിയാണ് പ്രതിക്രിയാ അധ്യാപനം. എന്താണ്? പ്രതിക്രിയാ അധ്യാപനം എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ, വായനയ്ക്ക് പ്രാധാന്യം നൽകുന്ന വൈഗോട്സ്കിയൻ പഠന രീതിയാണ് പ്രതിക്രിയ അധ്യാപനം എന്നുള്ളത് പഠിച്ചു വയ്ക്കുക. അപ്പം ഡാൾട്ടൻ രീതി ആവിഷ്കരിച്ചത് മിസ് ഹെലൻ പാർക്ക് ഹൾസെറ്റ് ആണ്. വ്യക്തിത്വ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ട വ്യക്തിയാണ് വില്യം സ്റ്റേൺ. സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം വൈഗോട്സ്കി. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഗ്രന്ഥം വൈഗോട്സ്കി. സഹകരണാത്മക പഠനം എന്ന ആശയത്തിന് രൂപം നൽകിയത് വൈഗോട്സ്കിയാണ്. ഓക്കെ, അദ്ദേഹത്തിന്റെ സിദ്ധാന്തം സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദമാണ്. സമൂഹവുമായുള്ള ഇടപഴകലിലൂടെയാണ് പഠനം നടക്കുന്നത് എന്ന് പ്രതിപാദിക്കുന്നു. സമൂഹവുമായുള്ള ഇടപഴകലിനെ കാണിക്കാൻ അദ്ദേഹം 5 പഠന രീതികൾ സംഭാവന ചെയ്തു. സംഘപഠനം, സഹകരണ പഠനം, സഹവർത്തിത പഠനം, സഹകരണാത്മക പഠനം, പ്രതിക്രിയ അധ്യാപനം. പഠിച്ചു വയ്ക്കുക കേട്ടോ.
അടുത്തത് കോണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്നതിൻ്റെ എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് ആരാണ്? കോണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥത്തിന്റെ R.S. വൂഡ്വർത്ത് ആണ്. ഓക്കെ, R.S. വൂഡ്വർത്ത് ആണ് കോണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന ഗ്രന്ഥത്തിന്റെ കർത്താവ് എന്ന് പറയാം. ഇദ്ദേഹമാണ് PDS പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന ഒരു ഇൻവെന്ററി, വ്യക്തിത്വ മാപന ഇൻവെന്ററി ഏറ്റവും ആദ്യമായി ആവിഷ്കരിച്ചത് R.S. വൂഡ്വർത്ത് ആണ്. അദ്ദേഹം അതിനെ പേഴ്സണൽ ഡേറ്റ ഷീറ്റ് എന്ന് പേരിടുകയുണ്ടായി. അപ്പോൾ കോണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി എന്ന കൃതിയുടെ കർത്താവ് ആരാണെന്ന് ചോദിച്ചാൽ R.S. വൂഡ്വർത്ത് ആണ് കോണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജിയുടെ കർത്താവ് എന്ന് പറയാം. അടുത്തതാണ് മനോഭാവമാപിനിയുടെ വക്താവ് ആരാണ്? മനോഭാവമാപിനി, ആറ്റിറ്റ്യൂഡ് സ്കെയിൽ. മനോഭാവമാപിനി എന്ന് വെച്ചാൽ ആറ്റിറ്റ്യൂഡ് സ്കെയിലാണ്. ആറ്റിറ്റ്യൂഡ് സ്കെയിലിന്റെ വക്താവ് ആരാണെന്ന് ചോദിച്ചാൽ LL തഴ്സ്റ്റൺ ആണ്. ആരാണ്? LL തഴ്സ്റ്റൺ ആണെന്ന് പറയാം. LL തഴ്സ്റ്റൺ, അമേരിക്കൻ മനഃശാസ്ത്രജ്ഞനായ LL തഴ്സ്റ്റൺ ആണ് ഏത് മനോഭാവമാപിനിയുടെ വക്താവ് എന്ന് പറയുന്നത് തഴ്സ്റ്റൺ ആണ്. ഇനി മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ട് എന്ന് സിദ്ധിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണ്? മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കുവാനുള്ള കഴിവുണ്ട് എന്ന് പറഞ്ഞ ഭാഷാശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ നോം ചോംസ്കി ആണെന്ന് പറയാം. മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ട് എന്ന് സിദ്ധിച്ച ഭാഷാശാസ്ത്രജ്ഞൻ ആരാണെന്ന് ചോദിച്ചാൽ നോം ചോംസ്കി ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ഓക്കെ അല്ലേ? മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ട് എന്ന് സിദ്ധിച്ച ഭാഷാശാസ്ത്രജ്ഞനാണ് നോം ചോംസ്കി എന്ന് പറയാം. ഭാഷാ പഠനത്തിൽ ജനിതക ഘടകങ്ങളുടെ സ്വാധീനം ശാസ്ത്രീയമായി കണ്ടെത്തി അപഗ്രഥിച്ചത് ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഭാഷാ പഠനത്തിൽ ജനിതക ഘടകങ്ങളുടെ സ്വാധീനം അപഗ്രഥിച്ചു കണ്ടെത്തിയത് ആരെന്ന് ചോദിച്ചാൽ അത് ജീൻ പിയാഷെ ആണെന്ന് പറയാം. ജീൻ പിയാഷെയാണ് മനുഷ്യനിൽ ഭാഷാ പഠനത്തിൽ ജനിതക ഘടകങ്ങളുടെ സ്വാധീനം ഉണ്ട് എന്ന് കണ്ടെത്തിയ മനഃശാസ്ത്രജ്ഞൻ. പെരുമാറ്റ തത്വങ്ങൾ, പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന ഗ്രന്ഥം ആരുടേതാണ്? ക്ലാർക്ക് എൽ ഹൾ, CL ഹള്ളിൻ്റെതാണ് പെരുമാറ്റ തത്വങ്ങൾ, അതായത് പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന കൃതിയുടെ കർത്താവ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന കൃതിയുടെ കർത്താവ് ആരാണ്? CL ഹള്ളാണ്. പ്രിൻസിപ്പിൾസ് ഓഫ് ബിഹേവിയർ എന്ന കൃതിയുടെ കർത്താവ് CL ഹള്ളാണ്. മനോസാമൂഹിക വികസന സിദ്ധാന്തം, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ്, മനോസാമൂഹിക വികസന സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ എറിക് H. എറിസൺ ആണ്. മനോസാമൂഹിക വികസന സിദ്ധാന്തം ആവിഷ്കരിച്ചത് എറിക് H. എറിസൺ ആണ്. അദ്ദേഹം 8 ഘട്ടങ്ങളിലൂടെയാണ് തൻ്റെ സാമൂഹിക വികസനം ആവിഷ്കരിച്ചത്. അതായത് 8 ഘട്ടങ്ങളും പ്രതിസന്ധികളെ കാണിക്കുന്നതാണ്. ആ 8 ഘട്ടങ്ങൾ എന്ന് പറയുന്നത് വിശ്വാസം വേഴ്സസ് അവിശ്വാസം, സാശ്രയത്വം വേഴ്സസ് ലജ്ജ, നേതൃത്വ ഗുണം വേഴ്സസ് കുറ്റബോധം, ഊർജ്ജസ്വലത വേഴ്സസ് അപകർഷത, വ്യക്തിത്വ സ്ഥാപനം വേഴ്സസ് വ്യക്തിത്വ പ്രതിസന്ധി, അടുപ്പം വേഴ്സസ് ഐസൊലേറ്റഡ് ഏകാകിത്വം, സൃഷ്ടി വേഴ്സസ് മുരടിപ്പ്, ലാസ്റ്റ് വൺ ഈ സമഗ്രത വേഴ്സസ് നിരാശ. ഈ 8 ഘട്ടങ്ങളിലും 8 പ്രതിസന്ധികളെയാണ് കാണിക്കുന്നത്. അതിനെ തരണം ചെയ്ത് മുന്നോട്ട് പോകുന്നവൻ നല്ല വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും എന്ന് പറയുന്നതാണ് അദ്ദേഹത്തിന് മനോസാമൂഹിക വികസന സിദ്ധാന്തം. ആരുടെ? എറിക്സന്റെ മനോസാമൂഹിക വികസന സിദ്ധാന്തം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം, അതായത് ബുദ്ധിക്ക് G എന്നും S എന്നും 2 ഘടകങ്ങളുണ്ട്. അതിൽ G എന്ന് പറയുന്നത് ജന്മസിദ്ധവും S എന്ന് പറയുന്നത് കർമ്മസിദ്ധവുമാണ് എന്ന് പറഞ്ഞതാണ് ആര്? ചാൾസ് പിയർമാൻ. 1904 അദ്ദേഹം ഈ ദ്വിഘടക സിദ്ധാന്തം ആവിഷ്കരിക്കുന്നത്. ബുദ്ധിയുടെ ഒരു ഘടകം Gയും, ഒരു വ്യക്തിയിൽ ഒരു Gയും നിരവധി Sകളും ഉണ്ടാവും. അപ്പോൾ ഒരു വ്യക്തിയിൽ സാമാന്യമായ രീതിയിൽ G ഉണ്ടെങ്കിൽ ഏറ്റെടുക്കുന്ന എല്ലാ പ്രവർത്തനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്യുമെന്ന് പറയുന്നതാണ് ഈ ഒരു സിദ്ധാന്തം എന്ന് കാണാനായിട്ട് സാധിക്കും. ഇനി അടുത്തതാണ് ബുദ്ധിയുടെ ദ്വിതല സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആർതർ ജെൻസൺ ആണ്. ബുദ്ധിയുടെ ദ്വിതല സിദ്ധാന്തം ആർതർ ജെൻസൺ ആണ്. ബുദ്ധിയുടെ ദ്വിതല സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണെന്ന് ചോദിച്ചാൽ ആർതർ ജെൻസൺ ആണ് എന്ന് പറയാനായിട്ട് സാധിക്കും. ബുദ്ധിയുടെ ട്രയാർക്കിക് സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? റോബർട്ട് ജെ സ്റ്റേൺബർഗ് ആണ്. അദ്ദേഹം അതിൽ ബുദ്ധിക്ക് 3 തലങ്ങളുണ്ടെന്ന് പറയുക. ഘടകാംശ ബുദ്ധി,
അനുഭവാർജിത ബുദ്ധി, സന്ദർഭോചിത ബുദ്ധി എന്നീ 3 ബുദ്ധിയുടെ തലങ്ങളുണ്ട് എന്ന് പറയാം. ഒരു വസ്തുതയെ അനലൈസ് ചെയ്യാനും വിശകലനം ചെയ്യാനും ഒക്കെയുള്ള ബുദ്ധിയാണ് ഘടകാംശ ബുദ്ധി എന്ന് പറയുന്നത്. നമുക്ക് കിട്ടുന്ന അനുഭവങ്ങളെ മനസ്സിലാക്കാനും അതനുസരിച്ച് പെരുമാറാൻ അനുഭവാർജിത ബുദ്ധി. സന്ദർഭോചിതം എന്ന് വെച്ചാൽ ഒരു സന്ദർഭത്തിനനുസരിച്ച് പെരുമാറാനും പ്രതികൂല സാഹചര്യങ്ങളെ അനുകൂലമാക്കാനുമുള്ള ബുദ്ധിയാണ് സന്ദർഭോചിത ബുദ്ധി. ഇത് പറഞ്ഞത് ട്രയാർക്കിക് സിദ്ധാന്തത്തിലൂടെ റോബർട്ട് ജെ സ്റ്റാൻബർഗ് ആണെന്ന് പറയാം. ബുദ്ധിയുടെ അനാർക്കിക് സിദ്ധാന്തം ആരുമായി ബന്ധപ്പെട്ടതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുദ്ധിയുടെ അനാർക്കിക് സിദ്ധാന്തത്തിന്റെ ഉപജ്ഞാതാവ് എന്ന് പറയുന്നത് തോണ്ടേക്ക് ആണ്. അതായത് അനാർക്കിക് സിദ്ധാന്തം എന്ന് പറയുന്നത് ബഹുഘടക സിദ്ധാന്തം, ഏകഘടകം കഴിഞ്ഞാൽ ബഹുഘടകം, അനാർക്കിക് തിയറി ഓഫ് ഇന്റലിജൻസ് എന്ന് പറയുന്നത് ബുദ്ധി നിരവധി ഘടകങ്ങളാൽ അന്തർലീനമാണ് എന്ന് പറയുന്ന സിദ്ധാന്തമാണ് അനാർക്കിക് സിദ്ധാന്തം, അതല്ലെങ്കിൽ ബഹുഘടക സിദ്ധാന്തം എന്ന് കാണാനായിട്ട് സാധിക്കും. ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആവിഷ്കരിച്ചത് ആര്? സംഘഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംഘഘടക സിദ്ധാന്തം, ഗ്രൂപ്പ് ഫാക്ടർ തിയറി ആരുടേതാണെന്ന് ചോദിച്ചാൽ LL തഴ്സ്റ്റൻ്റെതാണ്. LL തഴ്സ്റ്റൻ്റെതാണ് ഗ്രൂപ്പ് ഫാക്ടർ തിയറി എന്ന് പറയുന്നത്. LL തഴ്സ്റ്റൻ്റെതാണ്. അദ്ദേഹം എന്ത് ചെയ്തു? ഈ സ്പിയർമാന്റെ G ഘടകത്തെ നിരവധി വ്യത്യസ്ത ഘടകങ്ങളാക്കി മാറ്റുകയാണ് തന്റെ സിദ്ധാന്തത്തിലൂടെ ചെയ്തത്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംഘഘടക സിദ്ധാന്തം ആവിഷ്കരിച്ചത് LL തഴ്സ്റ്റൺ ആണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഭജന സിദ്ധാന്തം ആരുടെ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഭജന സിദ്ധാന്തം ആരുടേതാണ്? RB കാറ്റലിൻ്റെതാണ്. RB കാറ്റൽ. ഖരബുദ്ധി, ദ്രവബുദ്ധി എന്നീ രീതിയിൽ വിഭജിച്ചിരിക്കുന്നത് RB കാറ്റൽ ആണ് എന്ന് കാണാനുണ്ട്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഭജന സിദ്ധാന്തം ആരുടെ? RB കാറ്റൽ. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ത്രിമുഖ സിദ്ധാന്തം JP ഗിൽഫോർഡിൻ്റെതാണ് അല്ലെ? JP ഗിൽഫോർഡിൻ്റെതാണ് ത്രിമുഖ സിദ്ധാന്തം. ഗിൽഫോർഡ് ബുദ്ധിയുടെ പ്രവർത്തനങ്ങൾക്ക് 3 മുഖങ്ങളുണ്ടെന്നും അവയെ എന്തായിട്ട് പറയാം? ഉള്ളടക്കങ്ങൾ, ഉൽപ്പന്നങ്ങൾ, മാനസിക പ്രവർത്തനങ്ങൾ, ഉള്ളടക്കങ്ങൾ, ഉൽപ്പന്നങ്ങൾ. പ്രവർത്തനങ്ങൾ എന്നാൽ മാനസിക പ്രക്രിയ, ഉള്ളടക്കങ്ങൾ എന്നാൽ ചിന്ത, ഉൽപ്പന്നം എന്നാൽ ചിന്തയിലൂടെ നമ്മൾ കൊണ്ടുവരുന്ന പുതിയ ആശയം. ഓക്കെ, ഇപ്പൊ ഇതിനെ എന്തായിട്ടാണ്? മാനസിക പ്രക്രിയ എന്നാൽ അതിൽ ഉപഘടകങ്ങളുണ്ട്, ആശയത്തിൽ ഉപഘടകങ്ങളുണ്ട്, ഉൽപ്പന്നത്തിലെ ഉപഘടകങ്ങളുണ്ട്. ഇവയാണ് അദ്ദേഹം മാനസിക ശേഷികൾ എന്ന് ഗിൽഫോർഡ് വിശേഷിപ്പിച്ചിരിക്കുന്നത് എന്ന് കാണാനായിട്ട് സാധിക്കും. അപ്പൊ ബുദ്ധിയുമായി ബന്ധപ്പെട്ട ത്രിമുഖ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ JP ഗിൽഫോർഡിൻ്റെതാണ് എന്ന് പറയാനായിട്ട് ശ്രദ്ധിക്കുക. ഓക്കെ, ഇനി ബുദ്ധിയുടെ ABC സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ ഹെബിൻ്റെതാണ്. ബുദ്ധിയുടെ ABC സിദ്ധാന്തം ഇത് നമുക്ക് പഠിക്കാനുള്ളതല്ല, ഹെബിൻ്റെതാണ്. ഇനി പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ്? പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് ആരാണ് എന്ന് ചോദിച്ചാൽ തോണ്ടേക്കാണ്. പരിണാമ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ തോണ്ടേക്കിൻ്റെ. പരിണാമ സിദ്ധാന്തം ആരുടെ എന്ന് ചോദിച്ചാൽ തോണ്ടേക്കിൻ്റെ. ഇത്ര ഒന്ന് പഠിച്ചു വയ്ക്കുക കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ നമുക്ക് നോക്കാം. ഒന്നാമത്തെ ഡാൾട്ടൺ രീതി ആവിഷ്കരിച്ചത് മിസ് ഹെലൻ പാർക്ക് ഹഡ്സെറ്റ് ആണ്. ലബോറട്ടറി പദ്ധതി എന്നറിയപ്പെടുന്നു. വ്യക്തിത്വ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടത് വില്യം സ്റ്റേൺ ആണ്. സാമൂഹിക സാംസ്കാരിക സിദ്ധാന്തം ആവിഷ്കരിച്ചത് വൈഗോട്സ്കിയാണ്. ലാംഗ്വേജ് ആൻഡ് തോട്ട് എന്ന ഗ്രന്ഥം രചിച്ചത് വൈഗോട്സ്കിയാണ്. സഹകരണാത്മക പഠനം എന്ന ആശയത്തിന് രൂപം നൽകിയത് വൈഗോട്സ്കിയാണ്. കോണ്ടംപററി സ്കൂൾ ഓഫ് സൈക്കോളജി RS വൂഡ്വർത്തിൻ്റെതാണ്. മനോഭാവ മാപിനി തേഴ്സ്റ്റൻ്റെതാണ്. മനുഷ്യന് ജന്മസിദ്ധമായി ഭാഷ ആർജിക്കാനുള്ള കഴിവുണ്ടെന്ന് പറഞ്ഞത് നോം ചോംസ്കിയാണ്. ഭാഷാ പഠനത്തിൽ ജനിതക ഘടകങ്ങളുടെ പ്രാധാന്യത്തെക്കുറിച്ച് പഠിച്ചത് ജീൻ പിയാഷെയാണ്. പെരുമാറ്റ തത്വങ്ങൾ ഹള്ളിൻ്റെതാണ്. മനോസാമൂഹിക വികാസം എറിക്സന്റേതാണ്. ബുദ്ധിയുടെ ദ്വിഘടക സിദ്ധാന്തം സ്പിയർമാനാണ്. ബുദ്ധിയുടെ ദ്വിതല സിദ്ധാന്തം ആർതർ ജെൻസൺ ആണ്. ബുദ്ധിയുടെ ട്രയാർക്കിക് സിദ്ധാന്തം റോബർട്ട് ജെ സ്റ്റേൺബർഗ് ആണ്. ബുദ്ധിയുടെ അനാർക്കിക് സിദ്ധാന്തം തോണ്ടേക്ക് ആണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട സംഘഘടക സിദ്ധാന്തം തേഴ്സ്റ്റൺ ആണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട വിഭജന സിദ്ധാന്തം കാറ്റൽ ആണ്. ബുദ്ധിയുമായി ബന്ധപ്പെട്ട ത്രിമുഖ സിദ്ധാന്തം ഗിൽഫോർഡ് ആണ്. ബുദ്ധിയുടെ ABC സിദ്ധാന്തം ഹെബിൻ്റെതാണ്. പരിണാമ സിദ്ധാന്തം ആവിഷ്കരിച്ചത് തോണ്ടേക്കാണ്. പഠിച്ചു വയ്ക്കുക കേട്ടോ, നന്നായി പഠിച്ചു വയ്ക്കുക, നോട്ടിൽ എഴുതി പഠിച്ചു വയ്ക്കുക. എന്തെങ്കിലും സംശയം മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ DS, അപ്പോൾ മറ്റൊരു ക്ലാസ്സുമായി കാണാം. താങ്ക് യു സോ മച്ച്.